പൊതുവേദിയിലേക്ക് സ്വാഗതം. തമിഴ്നാടൻ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ പടരുകയാണ്. പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. TVKയുടെ ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി CT നിർമ്മൽ കുമാർ, പാർട്ടിയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, അങ്ങനെ പ്രതിപ്പട്ടിക നീളുകയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനും സംഭവം അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ നീതിയുക്തവും സമഗ്രവുമായ അന്വേഷണം നടത്തണമെന്ന് മുൻ തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ആദ്യം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം വേണമെന്ന നിലപാടിലാണ് തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി O. പന്നീർസെൽവം. വെള്ളിത്തിരയിലെ മാസ്മരകത യഥാർത്ഥ ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയോ തമിഴകം? റീൽ അല്ല റിയൽ. വിജയ് നൽകുന്ന നഷ്ടപരിഹാരത്തുകയിൽ തീരുമോ ഈ കുടുംബങ്ങളുടെ ദുഃഖം? 95 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കരൂർ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന പാഠം എന്താണ്? ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അല്പസമയത്തിനകം മദ്രാസ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ച് കേസ് പരിശോധിക്കും. വിജയും മധുരൈ ബെഞ്ചിനെ സമീപിക്കുന്നുണ്ട്. വിജയ് ആവശ്യപ്പെടുന്നത് നിഷ്പക്ഷവും നീതിയുക്തമായ ഒരു അന്വേഷണം വേണം എന്നാണ് വിജയുടെ ആവശ്യം. ഇതെല്ലാം പരിഗണിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് ഞാൻ വളരെ സകൗതുകം ഉറ്റുനോക്കുകയാണ്. അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ അവിടെ നിന്നുള്ള നമ്മുടെ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി പ്രേക്ഷകർ പൊതുവേദിക്കുണ്ട്. അവരെയെല്ലാം പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞാൻ കായംകുളത്ത് നിന്ന് നമ്മുടെ മൊയ്തീൻ കുഞ്ഞ്. നമസ്കാരം. ഇത് നമുക്ക് ഇന്ന് കുറച്ച് അധികം പ്രേക്ഷകരുള്ളതുകൊണ്ട് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാമോ? ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടെന്ന് കരുതേണ്ടതുണ്ടോ മൊയ്തീൻ കുഞ്ഞ്? കാരണം വിജയ് പ്രസംഗം തുടങ്ങിയ സമയത്ത് കറണ്ട് പോയി. 5 മിനിറ്റ് സമയം കറണ്ട് ഇല്ലായിരുന്നു. ഒന്നത്. രണ്ടാമത് വിജയ് ആദ്യമായിട്ടല്ല ഒരു പ്രകടനം നടത്തുന്നത്. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജയ്ക്ക് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തില്ല, ഒപ്പിച്ചു കൊടുത്തില്ല? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്, ഈ വിജയ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിൽ വേണ്ടത്ര പ്രാവീണ്യമില്ലാത്ത ഒരാളാണ് എന്നതാണോ ഇതിന്റെ സൂചന? അതോ പോലീസ് നിസ്സഹരിച്ചോ? ഒരിക്കലും വിജയ് ഇതിനുള്ള പ്രാവീണ്യമില്ലാത്ത ആളെന്നല്ല. കാരണം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയാം, വിജയ് പല പരിപാടികൾ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത്. അവിടെ ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഒരു വോട്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ വിജയ് അടുത്ത ഒരു മുഖ്യമന്ത്രി ആവുന്നുള്ളൊരു ഇത് വന്നു, ജനങ്ങൾ അങ്ങോട്ട് തിരിയുമെന്ന് വന്നു. അപ്പോൾ ആ സംസ്ഥാന സർക്കാർ, കാരണം 2 പ്രാവശ്യം വിജയ് പറഞ്ഞ സ്ഥലം കൊടുത്തിട്ടില്ല വിജയ്ക്ക്. അവിടെ സംസ്ഥാന സർക്കാർ, കാരണം പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്നത്, 10,000 പേര് മാത്രം കൊള്ളാവുന്ന ഒരു സ്ഥലത്താണ് നിന്നത്. അപ്പൊ വിജയ് വ്യക്തമാണ്. നമുക്ക് ഇന്ന് കൂടുതൽ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. ഷാജി പത്തനംതിട്ട നിന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഷാജി ഓക്കെ. ഞാൻ ശശിധരൻ വയലാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശശിധരൻ വയലാർ. നമസ്കാരം. ശ്രീ ശശിധരൻ വയലാർ ഒരു വിജയ് ഫാനാണോ? അല്ലല്ല, ഞാനൊരു ഫാനുമല്ല. ഞാൻ പറഞ്ഞ വർഷം ഫീമെയില് മേഖലയിൽ പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു കാര്യം, മലയാളി എത്ര കുറ്റം പറഞ്ഞാലും ഇത്രയും വിവരക്കേട് ഒരു കാലത്ത് മലയാളിക്ക് ഉണ്ടാവില്ല. പണ്ട് എന്റെ ചെറുപ്പകാലത്ത് ഫേമസ് രാഷ്ട്രീയത്തിൽ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ നസീർ എത്തുന്നു എന്നും പറഞ്ഞ് വലിയ പരിപാടി. അന്ന് കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടാണ് പുള്ളി വന്നത്. മണിക്കൂറുകളോളം കാത്തിരുന്നു. അവസാനം മൈക്ക് സെറ്റുകാരും പാർട്ടിക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര പ്രാന്തൊന്നും മലയാളിക്കില്ല. ഇത് തമിഴ് സമൂഹം വരുത്തി വെച്ച ഒരു വിന തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മദ്രാസ് ഹൈക്കോർട്ട് 4:30 ഈ ഹർജി പരിഗണിക്കുകയാണ്. തമിഴക വെട്രിക് കഴകം നേതാവ് വിജയ്യുടെ പൊതുയോഗങ്ങൾ നിയന്ത്രിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് പരിഗണിക്കുന്നത്. 40 ആളുകളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ ഇത് പരിശോധിക്കണമെന്ന് അന്ന് ആവശ്യം ഉയർന്നിരിക്കുന്നു. വെക്കേഷൻ ബെഞ്ച് ജസ്റ്റിസ് N. സെന്തിൽകുമാർ ആണ് ഈ ഹർജി കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനോടും ഇത്തരം പരിപാടികൾക്ക്
ഇത് അനുമതി നൽകുമ്പോൾ അതിൽ സേഫ്റ്റി പ്രോട്ടോകോൾസ് വളരെ കൃത്യമായി പാലിക്കണം എന്ന് പറയുന്നു. അത് പെറ്റീഷണർ ഈ പരാതിയിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. ഹലോ. നമസ്കാരം സർ. യെസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് എന്തിന്റെ സൂചനയാണ്? തമിഴ്നാട് സർക്കാരിന്റെ അധീനതയില്ലാത്ത ഒരു ഏജൻസി അന്വേഷിക്കണത് അതെ അത്യാവശ്യമാണ്. CBI അന്വേഷിക്കണമെന്ന പിന്നെ CBI എന്ന് ഞാൻ പറയുന്നില്ല, സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലല്ലാത്തൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട്. കാരണം വിജയിന്റെ പക്ഷത്തുള്ള ജനങ്ങളെ സംഘടിക്കുന്ന കണ്ടിട്ട് വെപ്രാളപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഓക്കെ, അപ്പോൾ O. പന്നീർസെൽവം CBI അന്വേഷിക്കണമെന്ന് പറയുന്നത് അങ്ങും ഒരു തമിഴ്നാട്ടിന് പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് പ്രദീപുണ്ട്. പ്രദീപ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ പാഠം തമിഴ് ജനതയ്ക്ക് എന്താണ് അതിൽ നിന്ന് അവർ ഉൾക്കൊള്ളുക? പ്രദീപ്, ഞാൻ ചേരാം. ഓക്കെ, ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തുനിന്നാണ്. ബിനോയ്, നമസ്കാരം. ബിനോയ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ എന്തൊക്കെ വേണമെന്ന് അറിയാവുന്ന ഒരാളാണ് ബിനോയ്. അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ ബിനോയ്? ഈ പ്രശ്നത്തിൽ നിന്ന് മുഴുവൻ കൈ കഴുകാൻ വിജയ്ക്ക് കഴിയുമോ? ഇത് മുഴുവൻ കൈ കഴുകാൻ വിജയ്ക്ക് പറ്റത്തില്ല. ഇത് മൊത്തം TVKയുടെയും വിജയുടെയും അശ്രദ്ധ കൊണ്ടാണ്. കാരണം ഒന്നാമത് ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ അദ്ദേഹം 2:30 വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം 7:40 വന്നത്. ഇത്രയും ജനക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം 2:30 എന്ന് പറഞ്ഞാൽ 3 മണിയാകാം, അതിനപ്പുറം പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ DGP തന്നെ രാവിലെ പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട് അത് പോലീസിന്റെ ഒരു ഉത്തരവാദിത്വ കുറവില്ല. കാരണം പോലീസ് അവരെ റിപ്പോർട്ട് ചെയ്ത് വെറും 10,000 പേര് വരും എന്നുള്ളതാണ്. 500 പോലീസുകാരെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു സുരക്ഷയും കൊടുക്കാത്ത ആളായി മാറിയിരിക്കുകയാണ് വിജയ്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് സിനിമയിൽ കടന്ന് ഡൂപ്പ് ചെയ്യുന്നത് പോലെ ജനങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിച്ചാൽ അങ്ങനെ നടക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, റീൽ അല്ല റിയൽ. അത് സമയമില്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ബിനോയ് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. റീൽ അല്ല റിയൽ ലൈഫ്. അപ്പോൾ EPSന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. എടപ്പാടി കെ പഴനിസ്വാമി എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒരു മിനിറ്റ് കേൾക്കാം. மதிப்பு பிடிக்காத விலை மதிக்க முடியாத உயிரை இழந்து இருக்கிறோம். இந்த நேரத்தில் ஒவ்வொருவரும் எந்த மனநிலையில் இருப்பார் என்று நமக்கு தெரியாது. ஒவ்வொருவரும் ஒரு மனநிலையில் எப்படி இருப்பார் நமக்கு தெரியாது. எங்களை பொறுத்த வரைக்கும், നമ്മുടെ இயக்கத்தை பொறுத்த വരയ്ക്കും മനിത ഉയർ മുഖ്യം. അതാണ് മനിത ഉയർ മുഖ്യം എന്നാണ് EPS പറയുന്നത്. മനുഷ്യൻ്റെ ജീവനാണ് സർവ്വപ്രധാനം. അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. ബദറുദ്ദീൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ബദറുദ്ദീൻ, ഹലോ. കണ്ണൂരിൽ എവിടെ നിന്നാണ് ബദറുദ്ദീൻ വിളിക്കുന്നത്? ഞാൻ പാനൂര്. ബദറുദ്ദീൻ സിനിമ ആരാധകനാണോ? സിനിമ ആരാധകൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ഓരോരു പിന്നെ ആരാധനയൊന്നുമില്ല. ഞാൻ സിനിമ കാണും, ഒരു കലാരൂപം എന്ന നിലയിൽ ആസ്വദിക്കും. സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് മനസ്സിൽ നിന്ന് മായ്ക്കുകയും ചെയ്യും അല്ലേ? താരങ്ങൾ അങ്ങനെ പൂജിക്കുന്ന പരിപാടികളൊന്നുമില്ല. അതല്ല സാർ, ഞാൻ പറഞ്ഞു വെച്ചാല് ഈ ജയലളിതയോ MGR പ്രസംഗിക്കുന്ന സ്ഥലത്ത് വരെ ഇത്രയും ജനക്കൂട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോ ഈ വിജയ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ അയാള് പിന്നെ പ്രസംഗിക്കുന്ന സ്ഥലത്ത് അയാൾ ക്ഷണിച്ചിട്ടില്ലെങ്കിലും ക്ഷണിക്കാതെയും ആളുകൾ വന്നു കൊടുക്കുന്ന അയാൾ ഉത്തരവാദിയൊന്നുമല്ല. പക്ഷെ ഇവിടെ അതിനെ സംവിധാനങ്ങൾ ചെയ്യേണ്ട അവിടുത്തെ സർക്കാരിലെ ഒരു മോശം മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞത് നല്ലൊരു മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം. പക്ഷേ അവിടെ ഈ വിജയ് ഇതിനു മുമ്പ് പ്രസംഗിച്ച സ്ഥലങ്ങളിലും ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ട അവിടുത്തെ സർക്കാർ തന്നെയായിരുന്നു. അല്ലാതെ വിജയ് അയാളെ അനുകൂലിക്കുന്ന ആളുകൾ മരിക്കണം എന്ന് അയാൾ ബോധപൂർവ്വം വിചാരിക്കില്ല. അതിന്റെ സെറ്റപ്പ് ചെയ്യേണ്ടത് വിജയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. കാരണം അവിടുത്തെ സർക്കാർ തന്നെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ അതില് ദുരൂഹത ഉള്ളതെന്ന് വെച്ചാൽ പോലീസിന്റെ ലാത്തി ചാർജ്, അവിടെ പിന്നെ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും അനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിജയനെ പരിപൂർണമായിട്ടും ആകുന്നില്ല. ഈ ബോധപൂർവമല്ലാത്ത നരഹത്യ കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് ബദറുദ്ദീൻ ഇന്ന് സമയം കുറവായത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് വിശദമായി സംസാരിക്കാം. സുനിൽകുമാർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം ജയകുമാർ ചേർന്നിട്ടുണ്ട്. പിന്നെ കിഷോർ കോന്നി ചേർന്നിട്ടുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് ചേർന്നിട്ടുണ്ട്. മലയാളിക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ടെന്നാണ്. സുരേഷ് ഗോപിയുടെ കലിംഗ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണം. അവിടെ വലിയ തിരക്കൊന്നുമില്ല ശ്രീ കൃഷ്ണൻകുട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ആളുകളുടെ പ്രതികരണം. അപ്പോൾ നമ്മുടെ ദിവാകരൻ തലശ്ശേരിയിൽ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ദിവാകരൻ, അങ്ങ് ഇത് എങ്ങനെയാണ് കാണുന്നത്? ഈ ആളുകൾ താരാരാധന കൊണ്ട് ഇങ്ങനെ വേദിയൊക്കെ ചാടിക്കടന്നു പോകുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ബഹുമാനപ്പെട്ട സാറേ, ബഹുമാനപ്പെട്ട എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്തമായ ആരാധന മൂത്തിട്ട് ഡേഞ്ചറസ് കണ്ടീഷനിൽ പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. താരങ്ങളും ഗവൺമെന്റും നിയമപാലകരായ പോലീസുകാരും സംഘാടകരും ഇത്തരത്തിലുള്ള ആപത്തുകൾ വരാതിരിക്കാൻ മുൻകൂട്ടിയുള്ള തീരുമാനത്തിൽ നീങ്ങാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നല്ലേ എന്ന്
കാര്യത്തിൽ ഇപ്പോഴും പിന്നെ ഒരു അതായത് അവർക്ക് എന്താ തലയിൽ എന്തെന്നോളി പണ്ട് സാറിന് ഓർമ്മയുണ്ടാ ഖുശുബുവിന് ഒരു ക്ഷേത്രം ആ ഖുശുബു ഇപ്പൊ എത്തി എന്തേലും ഇതെന്തെന്നാ ഇവർക്ക് എന്താ മനുഷ്യന്റെ ബുദ്ധിയും വകതിരിവില്ല എന്തെന്നാ ഹൃദയഭേദകമായിട്ടുള്ള സംഗതിയല്ലേ ഇപ്പൊ നടത്തുന്നത്. ശരി, വ്യക്തമാണ്. അപ്പം നമ്മുടെ ഉപരാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണന്റെ ബൈറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഉപരാഷ്ട്രപതിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന്? This is a very unfortunate and so many young people also lost their life. This is I feel very sad about it, and I want our people to control their emotions when there is a big crowd. That is my humble request to all of them. But it has happened after the cricket was over in Bangalore, and it has happened in Karur, and it should not happen anywhere in our country. We must control our emotions. അതാണ് നമ്മുടെ ഉപരാഷ്ട്രപതി പറയുന്നത്. വളരെ കൃത്യമാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ, വലിയ ആൾക്കൂട്ടം വരുമ്പോൾ കുറേയൊക്കെ ഒരു ജാഗ്രത പാലിക്കാൻ അവിടെയുള്ള ആളുകൾ ശ്രമിക്കണം. കാരണം കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളൊരിടത്ത് പരമാവധി തിരക്കിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തണം. അനീഷ് എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. അനീഷ് കേൾക്കുന്നുണ്ട്. അനീഷ് പാലക്കാട് എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പട്ടാമ്പിക്കൊപ്പം. പട്ടാമ്പിയാണ്. പാലക്കാടുകാർ അനീഷ് നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അത് ആ അനീഷാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പോൾ പട്ടാമ്പിയിൽ പക്ഷേ അത്ര ഉണ്ടോയെന്ന് അറിയില്ല. ഇങ്ങോട്ട് പാലക്കാടിൻ്റെ മറ്റേ കിഴക്കൻ മേഖലയിൽ വലിയ വിജയ് ആരാധകരുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ട്. അനീഷ് വിജയ് ആരാധകനാണോ? സാർ എല്ലാരും ചോദിക്കുന്ന എല്ലാരും ആരാധകരാണ് വിജയ്ക്ക്. പക്ഷെ ഈ കാര്യത്തിൽ പറഞ്ഞാല് ആ സംഭവം നടന്ന ടൈമിൽ വിജയ് പോയത് വളരെ മോശമായി പോയി. ആ ടൈമിൽ ജനങ്ങളോട് നിൽക്കണ്ടായിരുന്നു. ജനങ്ങളുടെ വേലയാണ്, ജനങ്ങളാണോ തെറ്റ് ചെയ്തത്? എന്തെന്നാ അനീഷ് പറയുന്നത്? ജനങ്ങളെ കൂടെ നിൽക്കേണ്ട. അന്ന് ദിവസം 40 മരണം നടന്ന് ആ സമയത്ത് വിജയ് മറ്റേ ചെന്നൈയിലേക്ക് പോകുന്നു. തിരുച്ചിയിലേക്ക് പോയി അവിടെ പെട്ടെന്ന് ഒരു സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലേക്ക് തിരിച്ചു അല്ലേ? ഒരുപക്ഷെ സംഘർഷ സാധ്യത കണക്കിലെടുത്തിട്ടായിരിക്കും ആളുകൾ അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ടായിരിക്കുമോ? അതാവൂല. ഇപ്പൊ എല്ലാരും കുറെ പേര് ചെന്നൈയിൽ നേരെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. ഇത് നേരെ വിജയ് നേരെ ചെന്നൈയിലേക്ക് പോകുന്നു. മറ്റു മന്ത്രിമാർ ഇങ്ങോട്ട് വരുമ്പോൾ നേതാവാകാൻ വന്നയാൾ ഇവിടുന്ന് വിമാനത്തിൽ പറക്കുകയാണ് അല്ലേ? ഈ സിനിമയിൽ പോലെ അല്ല ജീവിതം. അത് കുറച്ചും കൂടെ പ്രയാസകരമാണ്. ഓക്കെ, താങ്ക് യു അനീഷ്. പട്ടാമ്പി എന്നാണ് അനീഷ് വിളിക്കുന്നത്. ഞാൻ അനീഷിനോട് വിജയ് ആരാധകനാണെന്ന് ചോദിച്ചത് പാലക്കാട് ധാരാളം വിജയ് ആരാധകർ ഉള്ളത് കൊണ്ടാണ്. നജ്മുദ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. നജ്മുദ്ദീൻ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പൂവാർ. മനോഹരമായ സ്ഥലമാണ് പൂവാർ. ഞാൻ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇനി വരുമ്പോൾ നജ്മുദ്ദീനെ കാണുമെന്ന് നോക്കാം. അപ്പോൾ ഈ നജ്മുദ്ദീൻ ഈ തമിഴ് സിനിമയൊക്കെ കാണുന്നയാളാണോ? ഞാൻ തമിഴ് സിനിമയെ കാണുന്ന ആളാണ്. മലയാള സിനിമ ഒരു ഫാൻസ് ആണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഫാൻസ് ഉപേക്ഷിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഈ വരുന്ന വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ആംബുലൻസ് വരുന്നു, കറണ്ട് കട്ടാവുന്നു, ജനക്കൂട്ടത്തിൽ പോലീസ് ലാത്തി ചാർജ് വീശുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു വീഴ്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. ശരിക്കും ഇത് പക്ക പ്ലാൻഡ് ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഒരു കാരണം. ഈ ഒരു വിജയ് സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ആംബുലൻസ് വരുന്നു, പിന്നെ പോലീസ് ലാത്തി ചാർജ് അടിക്കുന്നു, വീഴ്ചയാണ്. നമ്മൾ ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും അവിടെ അതിന് അത്രമാത്രം പോലീസ് അവിടെ ഇല്ല. കണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് വീഡിയോസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഫാൻസ് ഉപേക്ഷിച്ച് അവിടെ പബ്ലിക് പറയുന്നുണ്ട് വിജയ് സാർ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം ചോദിച്ച സ്ഥലത്ത് ഇവർ കൊടുത്തിട്ടില്ല, ഇവരൊരു ചെറിയൊരു സ്ഥലമാണ് കൊടുത്തുള്ളത്, അവിടെ കൂടി പേര് 15,000 പേര് നിൽക്കാം, അതും ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാം? അതിന് ഏറ്റവും വലിയ ഒരു ഡ്രാമയാണ് അവരുടെ. എങ്ങനെയെങ്കിലും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതൊന്നും കൊണ്ട് വിജയ് സാർ പേടിക്കാൻ പോകുന്നില്ല. വിജയ് സാർ മുന്നോട്ട് വരും, ഇത് തരണം ചെയ്യും ഉറപ്പായിട്ട്. പിന്നെ സാർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, എന്റെ മനസ്സ് പൊട്ടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് പോലെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വീണ്ടും കൂടുതലാകും, വഷളാകും എന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ചെന്നൈയിലോട്ട് പോയത്. അതൊരു തെറ്റായിട്ട് നമ്മൾ ആരും കാണണ്ട. ഇനി അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നാളെ തന്നെ അവര് ഉറപ്പായിട്ടും അവര് തരൂരിൽ എത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരെ കാണും. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ പ്രേക്ഷകനുള്ളത്. ഭാസ്കരൻ പട്ടാമ്പി എന്നാണ് അല്ലേ? പട്ടാമ്പി നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ള സ്ഥലമാണ് പൊതുവേദിക്കെന്ന് ഞാൻ വിചാരിക്കും. കാരണം അവിടുന്ന് കോളുകൾ ഇന്ന് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ
അങ്ങക്ക് എന്ത് തോന്നുന്നു ഈ പാലക്കാട് നമ്മുടെ ഞാനിപ്പോൾ കുറേ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ വിളിക്കുമെന്ന് വിചാരിച്ചു, അവർക്കൊന്നും ഫോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഏതായാലും പാലക്കാട്ടിലെ ധാരാളം ആളുകൾ വിജയ് ആരാധകരാണ്, വിജയ് ഇഷ്ടപ്പെടുന്നവരാണ്, വിജയ് സിനിമകൾ കാണുന്നവരാണ്. ശ്രീ ഭാസ്കരനും അതുപോലെ നമുക്കത് പറയാനുള്ള കാര്യം, വിജയുടെ ആരാധന ഉണ്ടോ അവിടെ മാറി നിൽക്കട്ടെ. നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഈ മീഡിയ കൂടെ കണ്ടതാണ് 10-40 പേര് മരിച്ചു, ആരെ ബഹളം കുറഞ്ഞ സ്ഥലം ധാരാളം ആളുകൾ നമ്മൾ കണ്ടു. ഈ വിജയ് വന്നു പ്രസംഗിക്കുന്നു, അവിടെ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായി, കുറെ ആള് വീണു, മരിച്ചു ഒക്കെ പോയി. ചെറിയൊരു ചോദ്യമുണ്ട്, ആരാണ് പെർമിഷൻ കൊടുത്തത്? എത്ര ആൾക്കാരാണ് പങ്കെടുക്കുക? സ്പെഷ്യൽ ബ്രാഞ്ച്, ക്യൂ ബ്രാഞ്ച്, പോലീസ് ഇവരൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. വിജയനെ പോലെ ഒരാൾ അവിടെ വരുമ്പോ, ഞാൻ വിജയന്റെ ആരുമല്ല, വിജയനെ പോലെ ഒരാൾ അവിടെ പ്രസംഗിക്കാൻ വരുമ്പോ ഇതിന് മുന്നേയുള്ള പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ചെറുതായി ഒന്ന് വേഗത്തിൽ ഇടപെടുന്നത്. ഏതായാലും ശ്രീ ഭാസ്കരന്റെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ശ്രീമതി ജയ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ശ്രീമതി ജയ, ഈ ആളുകൾ 40 പേർ മരിച്ചു. മുമ്പും ഇതുപോലെ വിജയ് സിനിമകൾക്ക് വേണ്ടി ഒരാൾ പാലക്കാട് പാലൊഴിക്കാൻ വേണ്ടി മേലെ കയറിയപ്പോൾ മരിച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷേ അന്ന് വിജയ് പാലക്കാട് വന്ന് തൻ്റെ കുടുംബമാണ് ആ മരിച്ചയാളുടെ കുടുംബം എന്ന് പറഞ്ഞ് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ശ്രീമതി ജയ, ഇവിടെ വീഴ്ച പറ്റിയത് ആർക്കാണ്? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ടോ? നമസ്കാരം മനു. നമസ്കാരം. ഇത് കാണുന്നത് ഹൃദയഭേദകമാണ്. കുഞ്ഞുങ്ങൾ മരിച്ചതും സ്ത്രീകൾ മരിച്ചു, ഒരു ഭർത്താവ് കിടന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നും പറഞ്ഞ് നെഞ്ചിലിട്ടിരിക്കുന്നത്, അതൊന്നും നമുക്ക് കണ്ടോണ്ടിരിക്കാൻ വയ്യ. അതിന്റെ ഉത്തരവാദി ആരെന്ന് ഇനി അവര് തന്നെ കണ്ടുപിടിക്കണം. ഇത്രയും ഫാൻ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അതിൻ്റെതായ ഒരു മുൻകരുതലുകൾ അവരെടുക്കേണ്ടതായിരുന്നു. 10,000 പേർക്ക് അനുവാദം കൊടുത്തിട്ട് 2 ലക്ഷത്തിൽ പരം ആൾക്കാരാണെന്ന് അവിടെ വന്നത്. അതൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല മനു. ശരി, വ്യക്തമാണ്. ചേച്ചിയുടെ അഭിപ്രായം വ്യക്തമാണ്. ചന്ദ്രൻ ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് ചേരുന്നത്. ശ്രീ ചന്ദ്രൻ ഇടുക്കിയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞങ്ങൾ മറയൂർ, ഇടുക്കി ജില്ല മറയൂർ. മറയൂർ ധാരാളം വിജയ് ഫാൻസ് ഉള്ള സ്ഥലമാണ് അല്ലേ? ഉണ്ട്, തമിഴ് മേഖലയാ. അവിടെ ടിവിക്ക് വല്ല ഇതുണ്ടോ? ഇല്ല, അങ്ങനെ ഇവിടെ ഒന്നുമില്ല. യൂണിറ്റ് ഒന്നുമില്ല. പുള്ളിക്ക് രസികർമാരൊക്കെ ഉണ്ട്, രസികർ മണ്ഡലം ഉണ്ട്, പക്ഷേ യൂണിറ്റ് ഇല്ല ടിവിക്ക്. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഒരു തമിഴ്നാട് ഈ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ വേറെ മീറ്റിങ്ങുകളൊക്കെ നടത്തും. അവര് അതോടുകൂടി കരുതലോടുകൂടിയാണ് നടത്തുന്നത്. ഇത് ഒരു ആറാഞ്ഞുകൊണ്ടല്ലാതെ ഒരു ചുമ്മാ ഒരു 10,000 പേർ കൊണ്ട സ്ഥലത്തെ അത്രയും ആളുകളെ കൊണ്ടൊന്ന് തിങ്ങി നിറച്ചത് അവർ ആ പാർട്ടിക്ക് വലിയ ഇതുണ്ട്, ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ ടിവിയിൽ നമ്മൾ കണ്ടല്ലോ ഈ വെള്ളം എരിഞ്ഞു കൊടുക്കുന്ന കുപ്പി വെള്ളം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ടല്ലോ, അവർ നേരത്തെ തന്നെ വെള്ളമൊക്കെ കൊടുക്കണമായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, ആ 2 മരിച്ചുപോയി. ആ അമ്മ കരയുന്നത് കണ്ടില്ലേ? പിന്നെ ഒറ്റ മകനേ ഉള്ളൂ, ആ മകനും മരിച്ചു ഒരു വീട്ടില്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഇന്ന് ധാരാളം പ്രേക്ഷകർ നമുക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശ്രീ ചന്ദ്രൻ നമുക്കൊരു ദിവസം കുറേ കൂടെ വിശദമായി സംസാരിക്കാം. മറയൂരുകാരനായ ചന്ദ്രനാണെന്ന് വിളിച്ചത്. അപ്പോൾ മഹി കിള്ളിപ്പാലം, മഹി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് രാഷ്ട്രീയ അപക്വമാണോ? ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്റെയാ അതെന്താണെന്നറിയാമോ ശ്രീ മഹി, അത് ഈ ദുഃഖവാർത്തക്കിടയിൽ ഇത് പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയണം. ഇന്ന് ഇവിടെ നവരാത്രി ആഘോഷങ്ങൾ, ഞങ്ങളെല്ലാ ആഘോഷങ്ങളും വളരെ നന്നായി ആഘോഷിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഈ 9 ദിവസങ്ങളിൽ 9 കളർ ഡ്രസ്സുകൾ ധരിച്ചു വരാനായിട്ടുള്ള, ഞങ്ങളിവിടെ മാത്രമല്ല ഇന്ത്യ എമ്പാടുമുള്ള ഞങ്ങളുടെ ന്യൂസ് 18 തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ എല്ലാ ചാനലുകളും, ആസാം, നോർത്ത് ഈസ്റ്റ്, ഉത്തരാഖണ്ഡ്, അവിടെ എല്ലായിടത്തും, ഉത്തർപ്രദേശ്, ബീഹാർ, അവിടെ എല്ലാം ഇന്ന് എല്ലാവരും ഈ കളർ ഡ്രസ്സ് ആണ് ധരിക്കുക. അപ്പോൾ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യും. ഇന്ന് ശരി. അപ്പൊ ആ മോനോട് എന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കണം, ആശംസകൾ. നല്ല സുഖമുള്ള ആളാണ്. അത് ശരി. അപ്പൊ ഞാൻ കാര്യം പറയട്ടാ മനു. പിന്നെ ഇവിടെ നമുക്ക് നടന്മാരുണ്ട്, ഒന്ന് സത്യ മാസ്റ്റർ, വിജയ്. ഈ വിജയന് നമ്മളത് തിരിച്ചൊന്നും നോക്കൂല. സത്യ മാസ്റ്ററും വിജയനും അതേപോലെ ഈ ലോകത്തിന് ഈ ജന്മത്ത് വരില്ല. ഈമാര് കോമഡി ഡാൻസ് ആടി മറ്റാടി ഇതൊക്കെ കാണിച്ചിട്ട് അതിന് അർത്ഥമില്ല. അത്രേ ഉള്ളു, വേറെ ഒന്നും വേണ്ട. ശരി. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും എൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്നാണ് മഹി കിള്ളിപ്പാലത്ത് നിന്ന് പറയുന്നത്. മഹി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്.
അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ നല്ല ഡ്രസ്സ്. അപ്പോൾ ഇത് ഞാൻ മാത്രമല്ല, ഇന്ന് ഈ നമ്മുടെ ന്യൂസ് 18 എൻറ്റയർ നെറ്റ്വർക്കിലെ ആളുകൾ ഇന്ന് ഈ കളർ ഡ്രസ്സ് ധരിക്കുക എന്നുള്ള ഒരു ധാരണ. അങ്ങനെ ഞങ്ങളതൊരു ഒരു സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഓക്കെ, അപ്പോൾ KG കുമാർ എന്നോടൊപ്പം ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കുമാർ. ശ്രീ കുമാറെ, ഇതിൽ ഈ വിജയുടെ പരിപാടി കരുതിക്കൂട്ടി പോലീസ് അലങ്കോലമാക്കിയതാണോ വിജയ് കുമാർ? അതായത് അവര് നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അത് അനുസരിച്ച് അവിടെ ആൾക്കാർ മയങ്ങി വീഴുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതനുസരിച്ച് അവരുടെ ഈ സംഘാടകർ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് വളരെ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. അത് പാലിച്ചില്ല. അതിന്റെ കൂടെ ഈ സംസ്ഥാന സർക്കാർ ഈ പെര തട്ടിയപ്പം വാഴ വെട്ടുന്ന ഒരു പണി അവരും കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടിയാണ് ഇതിന്റെ പ്രധാന കാരണം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ അഹമ്മദ് ബാബു കൂടി എന്നോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത്. ശ്രീ അഹമ്മദ് ബാബു, അങ്ങ് രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ള ആളാണ്, നിരവധി പൊതുയോഗങ്ങളിൽ പോയിട്ടുണ്ടാകും. സ്വാഭാവികമായി പൊതുയോഗങ്ങളിൽ എടുക്കേണ്ട കുറേ മാനദണ്ഡങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ വിജയെപ്പോലെ ഒരാൾ വരുമ്പോൾ ഇതുപോലെ ഒരു ജനക്കൂട്ടം വരുമെന്ന് കുറച്ചൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റേജിൽ, സാധാരണ സ്റ്റേജും ആ വേദിയും ആ സദസ്സും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇതുപോലെ വലിയ ആളുകൾ, വലിയ താര പ്രചാരകരെത്തുമ്പോഴൊക്കെ നമ്മൾ വെക്കാറുണ്ട്. ഇവിടെ അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാരും ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കിയില്ലേ അഹമ്മദ് ബാബ? എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അത് നമസ്കാരം. ഒരു ചെറിയ സ്റ്റേജ് കെട്ടുന്നതിലും അതിലൊരു ചെറിയ ജാഗ്രത കുറവ് ഉണ്ടായതാണ് ബഹുമാനപ്പെട്ട ഉമാ തോമസിന് സംഭവിച്ചത്. IPL ആഘോഷത്തില് അവിടെ സംഭവിച്ച് അവിടെ മരണപ്പെട്ടത് നമ്മളെ മനസ്സിൽ നിന്നിങ്ങനെ മാഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കിട്ടുന്ന സ്ഥലമാണ്. കുറച്ചൊക്കെ ഇപ്പൊ കേരളത്തിലേക്ക് അത് മാറി വരുന്നുണ്ട്. ഇപ്പോ ഉദ്ഘാടനത്തിനൊരു നടനോ നടിയോ ഒരു കട ഉദ്ഘാടനത്തിൽ വരുമ്പോഴത്തേക്ക് ജനങ്ങൾ അവിടെ തിങ്ങി കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് നടി 2 അടിയും കൊടുക്കേണ്ടി വന്നു. ഈ ആളുകൾ തിരക്ക് കൂട്ടി അവരുടെ അതെ അങ്ങനെയും ഉണ്ടായി. ഇപ്പോ IPL എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ക്രിക്കറ്റിന്റെ അത്രത്തോളം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അതെന്നെ വല്ലാതെ ഒരു വേദനപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നാമക്കല്ലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഇതിന്റെ സംഘാടകർ ഇതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം വിജയനെ പോലുള്ള ഒരു നടൻ അവിടെ വരുമ്പോ 10,000 എന്ന് പറയുന്നത് അത് 1,00,000 പോകാൻ സാധ്യതയുണ്ടാവും. പോലീസിന്റെ ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഒരു തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സ്റ്റാലിൻ അതിന് ശക്തമായ സ്റ്റാൻഡ് സ്വീകരിക്കുന്നുള്ള ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊരു വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായി പോയി. 40 ആളുകളൊക്കെ ഇങ്ങനെ ഒരു സംഭവത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജനങ്ങളുടെ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു ചെറുതായിട്ടൊരു കുത്തു വീണ ഒരു സംഭവം കൂടി ആയിപ്പോയി ഇത്. തമിഴ്നാട് രാഷ്ട്രീയത്തില് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത് പോട്ടെ, ആളുകൾ കൂടിയതുകൊണ്ട് അതൊക്കെ വോട്ടാകണം എന്നൊന്നും ഇല്ല, അതെവിടെയും സംഭവിച്ചിട്ടുമില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലാവുമ്പോ ഇതിന്റെ സംഘാടകർക്ക് ഇതിലൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ട്. അവരത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഇത്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടെങ്കിലും ഭാവിയിൽ ഇനിയുള്ളത് സംഭവിക്കാതിരിക്കട്ടെ. IPLന്റെ കാര്യം ഒരു പാഠമായിട്ടില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. നമുക്ക് ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ടാണ് താങ്കളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ന് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ്, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ വൈദ്യുതി വിച്ഛേദിച്ചു എന്നൊക്കെ തരത്തിൽ ചില പ്രചരണങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറയുകയാണ്. പ്രസംഗത്തിനിടയിൽ പവർ സപ്ലൈ കൃത്യമായി കൊടുത്തിരുന്നു. വിജയ് വരുന്നതിന് മുമ്പ് പവർ സപ്ലൈ കുറച്ചത് ഈ മുകളിൽ റൂഫ് ടോപ്പ്, സ്ട്രീറ്റ് ടോപ്സിലൊക്കെ മുകളിൽ ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ അവരെയെല്ലാം താഴെ ഇറക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നീട് അത് പെട്ടെന്ന് തന്നെ റിസ്റ്റോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് ഈ പ്രശ്നമായിട്ട് ബന്ധമില്ല എന്നാണ് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നത്. അപ്പോൾ ജയകുമാർ ചങ്ങനാശ്ശേരി എന്നോടൊപ്പം ചേരുകയാണ്. ജയകുമാർ, ഒരു ഗൂഢാലോചന, ഒരു അട്ടിമറി ഇതിൻ്റെ പുറകിൽ ഉണ്ടോ ജയകുമാർ? അജയകുമാർ മനു എത്ര പെട്ടെന്ന് എൻ്റെ പേര് പറഞ്ഞു. എന്നാലേ അതെ എൻ്റെ തെറ്റല്ല. എന്താണെന്നറിയാമോ, നിങ്ങൾ ശ്രീ അജയകുമാറിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്കറിയാം. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ
ജയകുമാർ എന്നാണ് എനിക്ക് അടിച്ചു തന്നത്. കുഴപ്പമില്ല. അപ്പം ഞാൻ അതിൽ എൻ്റെ തെറ്റല്ല. അപ്പം ശബ്ദം കേട്ടാൽ എനിക്ക് ആളുകളെ തിരിച്ചറിയും. അപ്പം എനിക്ക് അടിച്ച് ഇങ്ങനെ വരികയാണല്ലോ. അപ്പം ഞാൻ കാണുന്നത് ജയകുമാർ എന്നാണ്. അപ്പം ജയകുമാർ ശരിയാണ്. അപ്പം അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശബ്ദം കേട്ടാൽ എനിക്ക് തിരിച്ചറിയും. പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. കാരണം ചുരുങ്ങി വാക്ക് ഇതൊരു അട്ടിമറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷത്തിൽ പറയാൻ പറ്റത്തില്ല. അത് അതിന് തക്കതായ തെളിവുകളൊന്നും മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത്, എന്നെ ചിന്തിപ്പിക്കുന്നത് ഇന്ന് 80% കണ്ടായി നമ്മുടെ സാക്ഷരതാ നിരക്ക്. തമിഴ്നാട് ഏകദേശം അത്രയൊക്കെ എത്തിക്കഴിഞ്ഞു. 12% സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത്. അവിടുന്ന് ഇവിടം വരെ നമ്മൾ സാക്ഷരതയിലും എല്ലാം ഇത്രയൊക്കെ വളർന്നിട്ടും നമ്മൾ ഇപ്പോഴും പണ്ട് MG രാമചന്ദ്രന്റെ സിനിമയ്ക്ക് സ്ക്രീനിൽ കത്തി എറിഞ്ഞു കൊടുത്ത ആ നിലയിലേക്ക് നിൽക്കുകയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. അവരതിൽ നിന്ന് മാറുന്നില്ല. ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്, അല്ലെ ഏറ്റവും രണ്ടാമത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ തമിഴ്നാട് സംസ്ഥാനം ഭരിക്കാൻ വിജയ് എന്ന് പറയുന്ന ഒരൊറ്റ ആളെ ഉള്ളൂ എന്നാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് എന്തോ തകരാറുണ്ട്. അതും ഇദ്ദേഹത്തിന് നമ്മൾ ചോദിച്ചല്ലോ, ഇദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? രണ്ടാമതൊരാളെ എന്ന് പറഞ്ഞ് വിജയുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രംഗത്ത് പരിണിതപ്രജ്ഞനായ രണ്ടാമത്തെ ഒരാളെ പറഞ്ഞ് വിജയുടെ കൂടെ നിൽക്കുന്നത് ആരുമില്ല. അയാൾ അവരുടെ ജനറൽ സെക്രട്ടറി ഉണ്ട് കേട്ടോ, ബുസ്സി ആനന്ദ് എന്ന് പറയുന്ന പോണ്ടിച്ചേരിയിൽ അങ്ങാണ്ട് ഒരു പ്രാവശ്യം അങ്ങാണ്ട് MLA ആയിട്ടുണ്ട്. അയാൾക്കൊന്നും തമിഴ്നാടിനെ പോലെ ഒരു പാൻ ഏരിയ ബേസിലൊന്നും യാതൊരു അക്സെപ്റ്റൻസ് ഉള്ള ആളല്ല, പരിചയമുള്ള ആളല്ല, അക്സെപ്റ്റൻസ് പെട്ട പരിചയമുള്ള ആളല്ല. എന്തുവേണ്ട മനു ഈ പറയുന്നത്? നമ്മൾ ഇത്രയും വലിയൊരു സംസ്ഥാനത്തെ, ഏറ്റവും രണ്ടാമത്തെ വരുമാനമുള്ള സംസ്ഥാനത്തെ പണം കയ്യിലിട്ട് കളിക്കണമെന്നല്ല ധരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഭരണ പരിചയമുള്ള ആരെങ്കിലും വേണ്ടായോ? നമ്മൾ അന്നേരം പറയും സുരേഷ് ഗോപി ഉണ്ട്, അല്ല ഇവിടെ പണ്ട് മുരളി മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. അവരൊറ്റയ്ക്കല്ല. അവരൊറ്റയ്ക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ആനയാണ് ചേനയാണ് പറഞ്ഞ സിനിമാ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊന്നും ഒരു വോട്ടും കിട്ടത്തില്ല അവർക്കാർക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇവിടെ നടൻ ദേവനോ മറ്റൊരു സംഘടന രൂപീകരിച്ചു, പിന്നെ അതിനെ കുറിച്ചൊന്നും കേട്ടില്ല ഞാൻ. അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്, ദേവന് കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ലല്ലോ. നേരെ മറിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അക്സെപ്റ്റൻസ്, ജയിച്ചില്ലെങ്കിൽ തന്നെ ഒരു അക്സെപ്റ്റൻസ് വരുമായിരുന്നു. തമിഴ്നാട്ടിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമയിലെ പോലെ വിജയ് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നാണ്ട് ചില ചെറുപ്പക്കാരൊക്കെ പറയാ വിജയ് വരും ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ ഈ പറയത്തക്ക രീതിയിലൊരു വലിയ പ്രശ്നങ്ങളോ നടക്കുന്നുണ്ടോ ഭരണപരമായിട്ട്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇന്ന് സമയക്കുറവ് കൊണ്ടാണ് ശ്രീ അജയ്കുമാർ, അപ്പോൾ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ജയകുമാർ എന്ന് തെറ്റി പറഞ്ഞ് എൻ്റെ തെറ്റല്ല, എന്നാലും ഞാൻ ക്ഷമാപണം നടത്തുക. ഓക്കെ, ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് നമ്മുടെ ഒരു പൊതുവേദിയുടെ ഒരു കാരണവർ എന്ന് പറയാവുന്ന ആളാണ്. ശ്രീ റഷീദ് സിനിമാ പ്രിയനാണ്, രാഷ്ട്രീയത്തിൽ സജീവമായുള്ള ആളാണ്. അപ്പോൾ രണ്ടും അറിയാവുന്ന ഒരാളാണ് ശ്രീ റഷീദ്. ശ്രീ റഷീദിന് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇത് എന്ത് രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണ്? ഇത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ തമിഴ്നാട്ടിന് കഴിഞ്ഞോ ശ്രീ റഷീദ്? അത്യന്തം ദുഃഖകരവും സങ്കടകരവും വേദനാജനകവും മാത്രമല്ല നമ്മളെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് കരൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 40ഓളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഒന്ന് ആലോചിച്ച് നോക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ഇതൊരിക്കലും ഒരു മനഃപൂർവ്വമുള്ള ഒരു സംഗതിയല്ല. തീർച്ചയായിട്ടും ആരെയോ ചെയ്തു വെച്ചതാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. ഇത് യഥാർത്ഥത്തിൽ വിജയോ അതല്ലെങ്കിൽ ഗവൺമെന്റോ ഇത്രമാത്രം ജനങ്ങൾ അവിടെ ഒഴുകി എത്തുമെന്ന് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ MG രാമചന്ദ്രൻ സിനിമാ ലോകത്തൊന്നും രാഷ്ട്രീയത്തെ കടന്നു വന്നപ്പോഴും ഇത്തരം പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജയലളിത വന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ജനങ്ങളത് എതിരേറ്റു. ആ എതിരേറ്റ് ഈ വിധത്തിലായി പോകും എന്ന് ഒരിക്കലും അവർ കരുതിയിട്ടുണ്ടാവില്ല. സമയക്കുറവ് കൊണ്ടാണ്. ഏതായാലും നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. സന്തോഷ് എന്നോടൊപ്പം വെള്ളരിക്കുണ്ട് നിന്ന് ചേരുന്നുണ്ട്. രണ്ട് സന്തോഷ്മാരാണ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരായുള്ളത്. അപ്പോൾ അതിലൊരു സന്തോഷമാണ് രണ്ടുപേരും കാസർഗോഡുകാരാണ്. ശ്രീ സന്തോഷ് വെള്ളരിക്കുണ്ട്, നമസ്കാരം സാർ. നമസ്കാരം. ഈ അവസരത്തില് കരൂരിൽ മരിച്ച എല്ലാവർക്കും എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുകയാണ്.
മറ്റൊന്നും എനിക്ക് ഈ അവസരത്തിൽ പറയാനില്ല. സമയം യെസ്, ഓക്കെ, അത് വളരെ കൃത്യമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പോത്തങ്കോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇത് ഏതായാലും ഈ സംഭവം ഉണ്ടായതിന് ശേഷം സ്റ്റാലിൻ്റെയൊക്കെ പ്രതികരണം വളരെ പക്വമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ദുരിതാശ്വാസം പ്രഖ്യാപിക്കുന്നു. 2 മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നു. ഇവിടെ വിജയ്ക്ക് പിഴച്ചോ അതോ പോലീസിന് പിഴച്ചോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ അവിടെ അവര് ഇത്രയും ജനത്തിന് വേണ്ടിയുള്ള ഇതൊന്നും കൊടുത്തൊന്നുമില്ല. അത് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ സ്ഥിരമായിട്ട് അവരുടെ എല്ലാ പരിപാടികളിലും അവര് വൈദ്യുതി നിഷേധിക്കുന്നുണ്ട്. 2. മൂന്നാമതായിട്ട് അവര് പിന്നെ ആള് വരുന്നതിനനുസരിച്ചുള്ള സ്ഥലം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പിന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയോടെ തന്നെ മനസ്സിലാവും ആരോ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് തള്ളി ഇത് മനഃപൂർവ്വം ഒരു പിന്നെ ദുരന്തം ഉണ്ടാക്കിയതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവരൊക്കെ നല്ലൊരു ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. അതെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന അതെല്ലാം സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ഇത് തെളിഞ്ഞ് വന്നാലേ നമുക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് പിന്നെ ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല, ഒരു നടനാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്നതേ ഉള്ളൂ. നമ്മളെ മലയാളികളെ കണക്കല്ല. അവിടെ ഈ തമിഴ്നാട്ടിന്റെ ഒരു പ്രത്യേകത അറിയാല്, ഈ താരാരാധന കുറച്ച് അല്പം കൂടി പോണവര്. അതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സമയപരിമിതി കുറവുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീ ഉണ്ണികൃഷ്ണൻ നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കുന്ന കുറേ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ യെസ്, നമ്മുടെ പൊതുവെ തുടരുകയാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, നമസ്കാരം. 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 ഈ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ പരിണമിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? വിജയുടെ പ്രഭാവം അവസാനിക്കുമോ അതോ വിജയ് ശക്തനായി തിരിച്ചു വരുമോ? അല്ല, അതിലധികം ഒരു സാധാരണ നമ്മളൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുമ്പോൾ വലിയൊരു സ്റ്റേജും അതിനു മുമ്പ് ഇരിക്കാനെങ്കിലും ഒരു അവസരമെങ്കിലും കൊടുക്കേണ്ടതാണ്. കൂടുതൽ ആൾക്കാർ വരാണെങ്കിൽ പിന്നിൽ നിൽക്കുമായിരിക്കും. ഒന്നാമത് വഴി തന്നെ ഇപ്പൊ ഇവിടെ കണ്ടത് ഒരു റോഡിൽ വെച്ച് നടത്തുന്ന പോലെയാണ് കണ്ടത്. എന്നിട്ട് ബസിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ വലിയ തെറ്റാണ്. ആരും ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് വിജയും വിജയുടെ പാർട്ടിക്ക് ഇതിന് തീർച്ചയായിട്ടും അതിനുള്ള അധികാരമില്ല ഇങ്ങനെ ചെയ്യാൻ. എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. ആനന്ദ സുബ്രഹ്മണ്യൻ ചങ്ങനാശ്ശേരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആനന്ദ സുബ്രഹ്മണ്യന് എന്ത് തോന്നുന്നു? ഒരു പരിപാടി നടത്തുമ്പോൾ പോലീസ് കുറെ കൂടെ ജാഗ്രത പാലിക്കണമായിരുന്നോ അതോ ആ രാഷ്ട്രീയ സംഘടന അതിന്റെ കുറെ കൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമായിരുന്നോ? എല്ലാരും ഈ വരുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയെന്നോണ്ട്. ബിജു എന്നോടൊപ്പം ചേരുന്നുണ്ട്. ബിജു കേൾക്കാമോ? ബിജു തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ബിജു, ഞാൻ വെടിവെച്ചാങ്കോവിൽ. വെടിവെച്ചാങ്കോ. ശ്രീ ബിജു, ഇതെങ്ങനെയാണ് ഈ സാഹചര്യം മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന സൂചനയാണോ ഈ കരൂർ നമുക്ക് നൽകുന്ന പാഠം? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തില് വിജയ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കിയുള്ളവർക്ക് വിഷയമുണ്ടാകും എന്നുള്ളതിന്റെ ഇതിലാണ് ആസൂത്രിതമായിട്ടുള്ള ഒരു ഇത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഉറപ്പ്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു ബിജു കൂടി ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബിജുമാർ നമുക്കുണ്ട്, 2 സന്തോഷ്മാരുണ്ട്, അപ്പോൾ 2 ബിജു ഉണ്ട്. വടകരയിൽ നിന്നാണ് ബിജു. ശ്രീ ബിജു വടകരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ശ്രീ ബിജു, ഈ തമിഴ്നാട്ടിൽ ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തം വരുമോ? ബിജു, എന്താണ് തോന്നുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഗൂഢാലോചന തന്നെയാണെന്ന് തോന്നുന്നത്. ഇതിന് പുറകിൽ ഇങ്ങനെ കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വിജയുടെ വേണ്ടത്ര ഒരു സഹകരണം കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന വാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായും. കാരണം എന്ന് വെച്ചാല് നമ്മളവിടെ ഇപ്പൊ ഈ പരിപാടി നടത്താൻ വേണ്ടി പല ഗ്രൗണ്ടുകളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊന്നും അനുവദിക്കാതിരുന്നത് തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ സുജിത്ത് എന്നോടൊപ്പം ചേരുന്നു കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ സുജിത്ത്. നമസ്കാരം. ശ്രീ സുജിത്ത്, ഇത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പോലീസിന് എന്തായാലും അറിയാമായിരിക്കാം. ഒരുപക്ഷെ വിജയ് പുതിയതായി ഒരു സംഘടന രൂപീകരിച്ച് വന്ന ആളാണ്, അയാൾക്കിത് അത്ര അറിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാകേണ്ടത്. അവിടെ വിജയ് പരാജയപ്പെട്ടാലും പോലീസ് ചില മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് പോലീസിന്റെ ഒരു ജാഗ്രത കുറവുണ്ട്. പക്ഷേ അതിന്റെ വലിയൊരു വേദനാജനകമായി പറയാൻ കാരണം വീണ്ടും ഒരു രാഷ്ട്രീയ ഒരു പാപ്പരത്താണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയം ശരിയായ രീതിയിലല്ല അവിടെ ഉപയോഗിക്കുന്നത്.
ഇപ്പോഴും നമ്മൾ വിജയ് എന്നുള്ള ആ ഒരു പാർട്ടിയുടെ പോരായ്മകൾ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പോലീസിന്റെ പോരായ്മകൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മരിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം, പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യത്വം അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യെസ്, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം പാലക്കാട് നിന്ന് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ശ്രീമതി പത്മിനിയാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ പത്മിനി, കേൾക്കാമോ? ഹലോ. പാലക്കാട് എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? പാലക്കാട് ഇവിടുന്ന് അടുത്താണ് പൊള്ളാച്ചി. പൊള്ളാച്ചി എന്നാണോ വിളിക്കുന്നത്? അല്ല, പിന്നെ പാലക്കാട് ഡിസ്ട്രിക്ട് ബോർഡർ ഏരിയ ആണ്. അതെ, ആ സ്ഥലത്തിനൊരു പേരില്ലേ? അതെ, കൊഴിഞ്ഞാമ്പാറ. കൊഴിഞ്ഞാമ്പാറയൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഞാൻ ആ വഴിയൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ്. അതെ സാർ. കൊഴിഞ്ഞാമ്പാറയിൽ നല്ല സ്ഥലമാണ്. പക്ഷെ അവിടെ ചെറിയൊരു കുടിവെള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ അത്? അതെ, ഇപ്പൊന്നുമില്ല സാർ, ഇപ്പൊന്നുമില്ല. നല്ല മഴയാണ് ഇപ്പോ ഈ സമയത്ത്. ഇപ്പൊ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ പൊതുവെ അവിടെ വേനൽക്കാലം ആകുമ്പോൾ പൊതുവെ വെള്ളത്തിന്റെ ഒരു ക്ഷാമമൊക്കെ ആയിരുന്നു. ഇപ്പത്തിരി വേണ്ടില്ല. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. അപ്പൊ അവിടുന്ന് പിന്നെ പൊള്ളാച്ചിയിലേക്ക് അധികം ദൂരമില്ല, വളരെ ദൂരമില്ല. ഗോപാലപുരം വരെ പൈസ കൊടുത്താൽ മതി, 13 റുപ്യ. അത് കഴിഞ്ഞാൽ ഫ്രീ ആണ് ബൈസ് ക്ലാസ്സിന്. അത് ശരി. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സൗജന്യമാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണമെന്നാണ്. ഗോപാലപുരം വരെ പൈസ കൊടുക്കണം, 13 രൂപ. അയ്യോ, അപ്പൊ പൊള്ളാച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ പകുതി ദൂരം പൈസ കൊടുത്ത് പോവാം, പകുതി ദൂരം സൗജന്യമായിട്ട് പോവാം അല്ലേ? അതെ, അപ്പൊ സൗജന്യമായിട്ട് പോകാൻ വരാം. അപ്പൊ പാലക്കാട് വന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ പൊള്ളാച്ചി പോയി വാങ്ങിക്കുന്നതാണ്. പൊള്ളാച്ചി അടുത്താണ്. പാലക്കാട്ടേക്ക് ബസ് ചാർജ് കൂടുതലാണ്. അപ്പൊ ശ്രീ പത്മിനി എപ്പോഴും പൊള്ളാച്ചിയൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? എന്താണ്? ഇല്ല, എപ്പോഴെങ്കിലും ഒക്കെ പോകും. കൂടുതൽ എന്താ വാങ്ങിക്കുന്നത്? സാരിയാണോ? അതല്ല, അതൊക്കെ പിന്നെ ആടിത്തള്ളുപടി പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആടിത്തള്ളുപടിക്ക് വേണ്ടി ഒരു ചെറിയ തള്ളൊന്നും കൂട്ടിയില്ല അല്ലേ? പോകും. പിന്നെ അമ്പലങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പോകാം. അവിടെ ക്ഷേത്രങ്ങളുണ്ട് അല്ലേ? ക്ഷേത്രം, മാസാണിയമ്മന്റെ അമ്പലമുണ്ട്, തൂലക്കൽ അമ്പലമുണ്ട്. പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് പൊള്ളാച്ചി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യമാണ്. അതെ. അപ്പോൾ അവിടെ ഈ കൊഴിഞ്ഞാമ്പാറയിൽ ധാരാളം തമിഴ് സിനിമ കാണുന്ന ആളുകൾ ധാരാളം ഉണ്ട്. ഉണ്ട്, ധാരാളം ഉണ്ട്. ഫാനുകളുണ്ട്. അപ്പൊ അവിടെ ഇതൊക്കെ ഉണ്ടോ? വിജയ് ഫാൻസ് ഒക്കെ ഉണ്ടോ? വിജയ് ഫാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികളൊക്കെ വിജയിയുടെ സിനിമ വന്നാൽ വലിയ ആവേശത്തിൽ ഇങ്ങനെ ഇറങ്ങി വരികയും അതേപോലെ അഭിനയിക്കും. അവർക്ക് മേളതാളങ്ങളൊക്കെ കൊട്ടിയിട്ട് പോയി ഒക്കെ ഒന്നായിട്ട് ഫസ്റ്റ് ഷോ ഇവരൊക്കെ കാണുന്ന പോലെ എല്ലാം ഉണ്ട്. അപ്പൊ ശ്രീമതി പത്മിനി വിജയ് ആരാധകനാണോ? വിജയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അത്ര ഒരു ഇതൊന്നുമില്ല. സിനിമകളൊക്കെ കാണും അല്ലേ? സിനിമ അധികമില്ല, ന്യൂസ് കാണും. എപ്പോഴും മാറി മാറി ന്യൂസ് കാണും. ന്യൂസ് മാത്രമേ കാണുള്ളൂ. പിന്നെ തമിഴും മലയാളവും ന്യൂസുകൾ മാറി മാറി. ഏഷ്യാനെറ്റ്, ഇതേപോലെ ന്യൂസ് 18. അപ്പൊ തമിഴും ഒരേപോലെ വശമുള്ള ആളാണ് ശ്രീമതി പത്മിനി. തമിഴും മലയാളം പറഞ്ഞാൽ അറിയും, പറയാൻ അറിയും. വായിക്കാനും ഒക്കെ അത്യാവശ്യം ബോർഡൊക്കെ വായിക്കാനൊക്കെ പറ്റിയായിരിക്കും തമിഴൊക്കെ അല്ലേ? പറ്റും. അപ്പൊ ഈ സംഭവം നടക്കുമ്പോ കൊഴിഞ്ഞാമ്പാറയിൽ വിജയ് ആരാധകരൊക്കെ ഉണ്ടാവൂല, അവരൊക്കെ എന്താ പറയുന്നത്? ഇപ്പൊ അവിടുത്തെ വീട്ടിൽ ഇപ്പൊ മഴയായതുകൊണ്ട് അതിനെ പറ്റി ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ടൗണിലേക്ക് പോയ എല്ലാ കാര്യങ്ങളും അറിയും. പക്ഷെ ഇത് വേദന പറഞ്ഞാലും പോരാ, ഒരുപാട് വേദനയായ സംഭവമാണ്. ഇത് നടക്കാനേ പാടില്ല എവിടെയും. അപ്പൊ ഇത് ആരാധകര് ഈ തമിഴ് സിനിമ കാണുമ്പോ ഭയങ്കരമായി ത്രിൽഡ് ആവും അല്ലേ? അതെ, കേരളത്തിൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. തമിഴ്നാട്ടില് ഈ സിനിമക്കാര് ഫാൻസുകൾ കൂടുതലാണ്. അല്ല, പക്ഷെ കേരളത്തിലായാലും നമ്മൾ തമിഴ് സിനിമ കാണാൻ പോകും. ഞാൻ ഓർക്കുക, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ രജനി സിനിമകൾ കാണാൻ പോകുമ്പോൾ ഭയങ്കര ആവേശമാണ്. നല്ല സിനിമ, നന്നായി അഭിനയിക്കുന്ന ആളുകൾ ചിലപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടെങ്കിലും ആ സിനിമയ്ക്ക് വളരെ ശാന്തരായി നമ്മൾ പോകുന്ന രീതിയാണ്. പക്ഷേ രജനീകാന്തിൻ്റെ ഒരു സിനിമ വരുമ്പോൾ വലിയ നമ്മൾ സുഹൃത്തുക്കളെല്ലാം ഒന്നിക്കുക, എന്നിട്ട് അവിടെ ചെന്ന് രജനീകാന്തിന് വേണ്ടി എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ മേലേക്ക് എറിയുക, ഇങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടല്ലോ. രജനീകാന്തിനെ കാണുമ്പോൾ കൈയടിക്കുക അല്ലേ? അപ്പം അതൊക്കെ നമ്മുടെ തമിഴ് സിനിമ കാണുമ്പോൾ നമ്മുടെ മലയാളികൾക്കും ചെറുതായിട്ട് അതൊക്കെ തോന്നും, കാരണം പാട്ടും അല്ലേ? അപ്പൊ ഇത് വലിയ വിഷമമായി ഏതായാലും അല്ലേ? ശ്രീ പത്മിനി എന്താണ്? നല്ലോണം വിഷമമായി. പൊതുവെ ഈ പാർട്ടിക്ക് പുതിയതായിട്ട് പാർട്ടിയിൽ വരുന്ന ആൾക്കാരാകട്ടെ, ഈ മറ്റേ ഈ ജനകൂട്ടങ്ങൾ കുറെ ആയിട്ട് ഇത് നടക്കുന്നുണ്ടല്ലോ, എല്ലാവിടെയും ഇങ്ങനെ റോഡ് ഷോ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ കൂട്ടങ്ങൾ അനുസരിച്ച് പോലെ അവിടുത്തെ ഭാരവാഹികളാകട്ടെ, ഇപ്പൊ വലിയ വലിയ പിന്നെ സ്റ്റേഡിയം പോലെയുള്ള വലിയ വലിയ സ്ഥലങ്ങൾ കൂടുതലുള്ള അവിടെ പിടിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പറഞ്ഞ ഈ സംഭവം ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ റോഡ് ഷോ ആകുമ്പോൾ
താരത്തെയൊക്കെ കാണാനൊക്കെ കുറെ ആൾക്കാർ വയസ്സായവരും എല്ലാം ഒന്ന് കാണണമെന്നും ഉണ്ടാകും എല്ലാവർക്കും. സിനിമയിൽ കാണും പോലെയല്ലല്ലോ നേരിട്ട് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു ആതങ്കമാണ് അത് കാണണം പറഞ്ഞിട്ട്. ആ തിരക്കിലാണ് ഇപ്പൊ എല്ലാരും ഓടിപ്പിടിച്ച് വന്നത്. ഇപ്പൊ കുട്ടികളും മക്കളും ഒക്കെ മരിക്കുമ്പോ അവർക്ക് എത്ര സങ്കടം ഉണ്ടാകും സാർ പറയേ. ഏതായാലും നമുക്ക് അവരും ഇത് വിചാരിച്ചിട്ടുണ്ടാകില്ല എങ്ങനെയൊക്കെ ആകും എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള പൊതുക്കൂട്ടങ്ങളൊക്കെ നടത്തുന്നത് വലിയ സ്റ്റേഡിയങ്ങളോ വലിയ വലിയ ഗ്രൗണ്ടുകളോ ഒക്കെ റെഡിയാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ അതില് ഉള്ള പ്രതിനിധികളൊക്കെ ചെയ്യേണ്ടതാണ്. ഇവിടെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ടതായിരുന്നു എന്നാണ് വീട്ടമ്മയായ ശ്രീമതി പത്മിനിയുടെ ഒരു പ്രതികരണം. ഏതായാലും വളരെ നന്ദി. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. അപ്പോൾ ശ്രീ പത്മിനിക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് തമിഴ് നന്നായി അറിയാം. അപ്പോൾ ന്യൂസ് 18 തമിഴും കാണാം, ന്യൂസ് 18 മലയാളവും കാണാം. ഓക്കെ. അപ്പോൾ ഹംസ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്നാണ്. ഹംസ, ശ്രീ ഹംസ. ശ്രീ ഹംസ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ഞാൻ ഒലവക്കോട് നിന്നാണ്. ഒലവക്കോട് നഗരപ്രദേശമാണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അല്ലേ? അവിടെ വിജയ് ആരാധകർക്ക് വളരെ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടമായിട്ടുണ്ട് പാലക്കാട്. ശ്രീ ഹംസ വിജയ് ആരാധകനാണോ? വിജയ് ആരാധകല്ല, ഞാൻ സിനിമകളിൽ കുറവാണ്. ഇപ്പൊ സിനിമകളിൽ കുറവാണ്. അപ്പൊ പണ്ട് രജനി ആരാധകനായിരുന്നോ ഹംസ? എനിക്ക് ഞാനൊരു രജനി ആരാധകനാണ്. അപ്പൊ രജനി ആരാധകർ ശബ്ദം കേട്ടെ. രജനി മോഹൻലാലിന് ഇഷ്ടമായിരുന്നു ആദ്യം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പഴയ തലമുറയിലെ ആളുകൾക്ക് കൂടുതൽ രജനിയാണ്. ഇപ്പൊ രജനി ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് വിജയ് പുതിയ തലമുറയിലെ ആളുകളാണ്. എന്നാലും വിജയ് കാണുന്നവരാണ്. പാലക്കാട് ഭയങ്കര രജനി ഫാൻസിന്റെ സ്ഥലമാണ് അല്ലേ? പാലക്കാട് രജനിയുണ്ട്, വിജയും ഉണ്ട്, രണ്ടാളും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ദുരന്തം കാണുമ്പോൾ നമ്മുടെ ഒരു കേരള രാഷ്ട്രീയം പോലെ തമിഴ് രാഷ്ട്രീയത്തിൽ മാറാൻ കഴിയുന്നില്ലേ എന്ന ഒരു ആശങ്കയാണോ വരുന്നത്? അതോ ഇത് ഒരു ലാഘവത്തോടെ കാര്യങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായി വരുന്ന പാകപ്പിഴകളാണോ ശ്രീ ഹംസ? ഇത് സാറേ, ഇത് ഞാൻ പറയണമെന്നല്ല, ജനങ്ങൾക്ക് ഇതിന്റെ പിന്നാലെ പോകാനിപ്പോ സമയമുള്ളൂ. ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമ. അതിലിപ്പോ ജീവിതത്തിൽ പക മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞാല് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുക പറയുമ്പോൾ ആ നടത്തുന്ന സമയങ്ങൾ കൃത്യമായിട്ട് ചെയ്യലില്ല. ഇപ്പൊ വിജയ് വരുന്നത് 2:30 മണിക്ക് വരേണ്ട വിജയ് വന്നത് 6 മണിക്കാണ്. ചെറിയൊരു സ്ഥലത്ത് എത്രമാത്രം ബുദ്ധിമുട്ടി ജനങ്ങൾ അതിനുള്ളിൽ കയറി. അത് നമ്മുടെ ഇവർക്കുള്ള പ്രശ്നം തന്നെയല്ല, ഭരണകർത്താക്കന്മാർക്കും പ്രശ്നമാണ്. അത് 2 മണിക്ക് വരേണ്ട ആൾ വന്നിട്ടില്ല, അവർ അത് ക്യാൻസൽ ആക്കണം. അത് കേരളത്തിലായാലും ശരി, ഇന്ത്യയിൽ ഫുള്ളായി എവിടെ നരേന്ദ്രമോദി തന്നെ വരികയാണെങ്കിലും കൂടി അങ്ങനെ ചെയ്യണം. ഈ ജനങ്ങൾ ഇവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇവരൊക്കെ വലിയ ആൾക്കാർ അതിനെ കാണാൻ വേണ്ടി പാവപ്പെട്ട് ജനങ്ങൾ തള്ളിക്കയറുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അതിന്റെ പ്രോഗ്രാം 2 മണിക്ക് 2:30 മണിക്ക് അത് വന്നിട്ട് അവർ പോയി പറഞ്ഞാൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. വിജയിക്കല്ല വന്നൂടാ സമയത്ത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഒലവക്കോടിലെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നമ്മുടെ ആശംസകൾ അറിയിക്കണം. ഒപ്പം തന്നെ ഈ ദുഃഖത്തിൽ അവരും പങ്കുചേരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹംസ ഒലവക്കോട് നിന്നാണ് വിളിച്ചത്. ഓക്കെ. അപ്പോൾ റീന എന്നോട് പറയുന്നത് വിജയെ കുറ്റം പറയേണ്ട കാര്യമില്ല, ആരും തന്നെ കുറ്റം പറയേണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. കുട്ടൻ വിളക്കത്തല ഇന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ കുട്ടൻ വിളക്കത്തലയ്ക്ക് ഇത് എന്ത് പറ്റി? ഇപ്പോൾ പൊതുവേദിയിൽ കാണാറില്ലല്ലോ, ചിലപ്പോൾ കാണുന്നുണ്ടാവും, കമൻ്റ് ഇടാറില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുട്ടൻ വിളക്കത്തല എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദരാഞ്ജലികൾ അദ്ദേഹം അവിടെ നിന്ന് അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നു വിജയ് ഉത്തരവാദി തന്നെ, തുല്യ ഉത്തരവാദിത്വം സ്റ്റാലിനും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്ന മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, നമസ്കാരം. ഇത് ഒരു രാഷ്ട്രീയ വേദിയിലേക്ക് വരുന്നൊരു രീതിയല്ല ഉണ്ടായത്. ആളുകൾ ഒരു താരാരാധനയോടുകൂടി തള്ളിക്കയറി. ആ താരാരാധന വോട്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ ചോദ്യം. പക്ഷേ ഇവിടെ ഈ സിനിമ, രാഷ്ട്രീയം ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം തിരിച്ചറിയാൻ ജനങ്ങൾ കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചത് ശ്രീ കൃഷ്ണൻകുട്ടി? എന്താണ് താരാരാധന എന്നുള്ള കാര്യം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും അധികം. പിന്നെ കർണാടകത്തിലുണ്ട്. കേരളത്തിൽ വളരെ വളരെ കുറവാണ്. ഇപ്പോഴാണ് ഈ ഫാൻസും ഒക്കെ ഉണ്ടാകുന്നത്. പണ്ടത്തെ കാലത്ത് ഇതൊന്നുമില്ല. സിനിമ കാണുക, വീട്ടിൽ പോകുക എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാധനയായിട്ട് വന്നേക്കുന്നത് തമിഴ്നാട്ടിലും കർണാടക പിന്നെ ആന്ധ്രാപ്രദേശിലാണ്. അങ്ങനെയാണല്ലോ തമിഴ്നാട്ടില് MG രാമചന്ദ്രൻ അധികാരത്തിലിരുന്നത്. MGR അന്ന് DMK-യിലായിരുന്ന MGR കരുണാനിധിയായിട്ട് പിണങ്ങി വേറെ പാർട്ടി ഉണ്ടായപ്പോ ഒറ്റയടിക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റി. അത് താരാരാധനയുള്ള കാര്യം കൊണ്ടാണ്. മാത്രമല്ല അദ്ദേഹം അന്ന് ഈ TV ഇല്ല, വാർത്താ സമ്മേളനങ്ങൾ നടത്തിയ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്താലേ കഴിയുള്ളൂ. അപ്പോൾ സിനിമയാണ് വലിയൊരു പ്രതലം. അപ്പോൾ 1000-ൽ ഞാൻ ഒരുവൻ എന്നൊക്കെ പറഞ്ഞ് MGR വരുന്നു. അത് ഈ കഥയും സംഭാഷണം എഴുതുന്ന ഭാവന ശക്തിയുള്ള ആൾക്കാർ എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ താരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത്.
അതിനകത്ത് കാണുന്ന അതിമാനുഷിക കാര്യങ്ങളൊക്കെയും ശരിക്കും യഥാർത്ഥത്തിലും ഈ പറയുന്ന താരങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്ന ബുദ്ധിമോശമാണ് ഈ ആൾക്കാർക്കുള്ളത്. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതൊക്കെ അതിന്റെ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതല്ല. അത് ചില ആളുകൾക്ക് അറിയാം ഇത് ഡൂപ്പ് വെച്ച് ചെയ്യുന്നതാണെന്നും. ഇത് പാട്ട് ഇപ്പോൾ എം ജി അല്ലെങ്കിൽ ഒരാൾ പാടുമ്പോൾ, ഒരു നായകൻ പാടുമ്പോൾ അത് വിജയുടെ ശബ്ദത്തിലല്ല, അത് അവിടുത്തെ മറ്റേതെങ്കിലും ആളുടെ ശബ്ദത്തിലായിരിക്കും പാടുന്നത്, മറ്റു ഗായകനാണ് പാടുന്നത് എന്നൊക്കെ ആളുകൾക്ക് അറിയാം. പക്ഷേ എന്നാലും ആ സിനിമയിൽ കണ്ട മനുഷ്യനെ ഒന്ന് നേരിൽ കാണാനുള്ള ഒരു കൗതുകം ആളുകളിൽ അവിടെ വളരെ കൂടുതലാണ്. അതിനുള്ള തിരിച്ചറിവുള്ള രീതിയിൽ ഒരു ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ശലഭങ്ങള് ആകർഷിക്കപ്പെട്ട് വന്ന് ചിറക് കരിഞ്ഞ് വീഴുന്നുണ്ടല്ലോ, അതുപോലെ ഏതാണ്ട് അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത്രയും ആൾക്കാർ വന്ന് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഇത് സംഘടിപ്പിക്കുന്നവർക്ക് അറിയില്ല, അവർക്ക് അങ്ങനെ പരിചയമില്ല. അവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് കുംഭമേളയിൽ എത്ര പേര് മരിച്ചെന്ന് ഇതുവരെ സർക്കാർ ശരിക്കുള്ള കണക്ക് പുറത്ത് വിട്ടിട്ട് പോലും ഇല്ല. അതിന്റെ കൂടെയാണ് കർണാടകത്തില് ഈയിടയിൽ അധികം ദിവസം ആയില്ലല്ലോ പിന്നെ ക്രിക്കറ്റ് താരങ്ങൾ വരുന്ന ഒരു സംഭവത്തിൽ മരണങ്ങൾ ഉണ്ടായത്. ഇനിയിപ്പോ കേരളത്തിന് ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമുക്ക് ഉടനെ ഒരു ഫുട്ബോൾ ഇതിഹാസം ഇങ്ങോട്ട് വരികയല്ലേ, മെസ്സി. അപ്പൊ ഇവിടെ മെസ്സിക്കുള്ള ആരാധകർ എത്രയുണ്ടെന്ന് കൈയും കണക്കുമില്ല. അതൊരു പാഠമാണ്, ഗൗരവത്തോടു കൂടി തീർച്ചയായിട്ടും സിനിമാ താരങ്ങൾ വരുന്ന പോലെ ആയിരിക്കില്ല മെസ്സി വരുമ്പോ. മെസ്സിയെ കാണാൻ നമ്മളിപ്പോ മമ്മൂട്ടി വരുന്ന പറഞ്ഞാലും മോഹൻലാൽ വരുന്ന പറഞ്ഞാലും ഒക്കെ ഒരു ലിമിറ്റ് വരെ ആൾക്കാർ ചെല്ലുള്ളൂ. അത് സുരേഷ് ഗോപി ആയാലും ആരായാലും. പക്ഷെ അങ്ങനെയല്ല, ഇനി മെസ്സി വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. വ്യക്തമാണ്. അപ്പോൾ അതൊരു ഒരു വലിയ സൂചനയാണ്. നമ്മുടെ ഭാരവാഹികളും സർക്കാരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. മെസ്സി വരുമ്പോൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇത് ഒരുക്കുന്നതിൽ നമ്മൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക. അപ്പോൾ ന്യൂ തിങ്കർ പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ തിരക്ക് കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. താരത്തെ സ്നേഹിക്കുന്നവർ ആദ്യം സ്വയം സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. ശരി, ഓക്കെ. അപ്പോൾ ശ്രീ പ്രസന്നൻ എന്നോടൊപ്പം മാളയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. നമസ്കാരം. അതീവ ദുഃഖം രേഖപ്പെടുത്തണം ഈ ദാരുണമായ സംഭവത്തിൽ ആദ്യമായിട്ട്. പിന്നെ രണ്ടാമത് ഇപ്പൊ മുന്നേ സംസാരിച്ച ഒരു വ്യക്തി പറഞ്ഞൊരു പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെസ്സി വരുമ്പോ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ അധികാരികള് ശ്രദ്ധിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം. പിന്നെ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ നിലവാരം ഇത്രയും കൂടിയൊക്കെ ഉയർന്നാൽ കൊള്ളാന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് സിനിമയില് 100 ആളൊക്കെ ഇടിച്ച് ബസ് മാറ്റി ഒരു തലമുടി ചെയ്യാക്കുന്നത് പോലും കുഴപ്പമില്ലാണ്ട് തിരിച്ചു വരുന്ന കാണുമ്പോൾ ആളുകളൊക്കെ ഇതിൽ ആവേശം കൊള്ളേനും കുറെ പേര്. അത് ഒരു പിന്നെ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഗായകൻ വന്നു നമ്മുടെ നാട്ടില്. അപ്പൊ അത് യേശുദാസിന്റെ 5 ഇരട്ടിയ അപ്പൊ പാട്ടുകാരനാണോ ഈ വന്ന പാട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ നിലവാരം കുറച്ചും കൂടിയൊക്കെ ഉയർന്നാൽ കൊള്ളാന്ന് എനിക്ക് തോന്നാറുണ്ട്. വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ ശ്രീ പ്രസിഡന്റ്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബൈജീവ് എന്നാണോ പേര്? ഹരിക്കോട് ബൈജീവ്. ഓക്കെ. ദീപു എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത്. ദീപു, മനു, ഈ വിഷയത്തില് വിജയ് എന്ന് പറയുന്നത് ഒരു നടനാണെന്നുള്ളത് ശരി തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയിൽ അദ്ദേഹം കയറുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കൂടുതൽ പക്വത കാണിക്കേണ്ടിയിരുന്നു. കാരണം ഇതിനകത്ത് നേരത്തെ തന്നെ ഇയാൾ നടത്തുന്ന എല്ലാ ഷോയിലും ഇവരങ്ങനെ ഇടപെടുന്നു, പോലീസ് ഇങ്ങനെ ഇടപെടുന്നു, അവരങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറ്റം പറച്ചിലാണ്. അപ്പൊ പോലീസിന് തന്നെ ഇടപെടാനായിട്ട് ചെറിയൊരു ഇത് ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലല്ലോ ഒരു പ്രൊസഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സാധനം നടക്കുമ്പോൾ അവര് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞിരുന്നല്ലോ. 10,000 പേരല്ലേ പറഞ്ഞത്. 10,000 പേർക്ക് കൊള്ളാനുള്ള സ്ഥലമാണ് അവർ കൊടുത്തത്. എന്നിട്ട് ഇയാൾ ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് എങ്ങാണ്ടാണ് എത്തിയത്. അപ്പൊ അത്രയും നേരം സ്കൂൾ കുട്ടികളാണ് അവിടെ നിന്നെന്നാണ് ഒരു സ്ത്രീ കരഞ്ഞോണ്ട് എന്റെ മുഖം പോയി, മരുമകൻ പ്രതിഷ്ഠിത വരം പോയി എന്നൊക്കെ പറഞ്ഞ ഒരു ലേഡി കരയുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ പോകല്ലേ എന്നാണ്. ഈ കുട്ടികളൊക്കെ ഈ ആരാധന അപ്പൊ വിജയ് ഇത് അറിയണ്ടേ, അല്ലെങ്കിൽ വിജയുടെ കൂടെ നിൽക്കുന്നവർ ഇത് അറിയണ്ടേ, ഈ പറയണ്ടേ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ CPM-ന്റെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം ഒക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും 2 ലോക്കലോ ഏരിയയിൽ നിന്നോ ഒക്കെ മാത്രം ആളുകൾ വന്നാൽ മതി, എല്ലാ ആൾക്കാരും വരരുത് എന്ന് പറയും.
അതേ സമയത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർ മാത്രം വരാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ ജാഥയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്നതിന്റെ ലിമിറ്റ് ചെയ്യും. കാരണം എന്തിനാണ് ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവര് തന്മയത്വത്തോടെ തന്നെ, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊന്നുമല്ല, ഈ വരുന്നവരൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇവര് മാനാട് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സംഭവം കാണിക്കാറ്, നിങ്ങളൊക്കെ ലൈവ് കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഒരു സ്പെഷ്യൽ പ്ലേസിൽ എടുത്തിട്ട് നടത്തുന്നത് പോലെ അല്ലല്ലോ. 10,000 പേര് വരും എന്ന് പറയുമ്പോൾ 10,000 പേരുടെ സ്പോട്ടാണ് നോക്കുന്നത്. ആ 10,000 പേര് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ. അപ്പം വിജയുടെ പൂർണ്ണമായിട്ടുള്ള വിജയുടെ കൂടെയുള്ള ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കാതെയും ഈ ഇത്തരത്തിലുള്ള കാണിക്കുകയും വെള്ളം എറിഞ്ഞു കൊടുക്കുക, ആരാധകർ എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു, ഈ ആരാധകർ എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ആരാധകർ ഈ സിനിമ നടന്മാരെ കാണുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ഇതില്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ട. മാത്രമല്ല ഈ സർക്കാരായാലും ഇന്റലിജൻസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എത്ര പേര് എക്സ്പെക്ട് ചെയ്യും, അവരാ 10,000 പറഞ്ഞിട്ട് എത്ര പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ. പക്ഷെ ഇതുപോലെ അങ്കിൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയല്ലേ ഞങ്ങൾ വരുന്നതിന് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് എന്നാ പിന്നെ നിങ്ങൾ ആയിക്കോന്ന് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ അതാ സർക്കാർ പോലീസ് ഇടപെട്ട് വിജയെ പേടിക്കുന്നു എന്നുള്ള നിലക്കൊക്കെ വരികയാണ്. അല്ല, അങ്ങനെ പറയുകയും ചെയ്തു. ജനങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ നിങ്ങൾ തടയുന്നത് എന്തിനെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെ അതെ അതെ. എന്നിട്ട് കറണ്ട് പോയി ഈ വലിയ വണ്ടി എന്തിനാണ് ഈ ഒരു വലിയ വണ്ടിക്കകത്ത് അതിന്റെ മേളിൽ വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. അദ്ദേഹത്തിന്റെ ആവശ്യം അതായിരിക്കും. പക്ഷെ അതിന് ഒരു 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 പിന്നെ പക്വത കാണിക്കണം. ഇതല്ല കാണിക്കുന്നത്. ഇത് എന്നെ കാണുമ്പോൾ, നടനെ കാണുമ്പോൾ ആൾക്കാർ വരുന്നു, അത് എന്റെ പിന്നെ സപ്പോർട്ടാണ് എന്ന നിലയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇയാൾക്കുള്ളതാണ്, ഈ വിജയ്ക്കുള്ളതാണ്. വിജയുടെ കൂടെ, വിജയ്ക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് എന്നുള്ളത് ഒരു തർക്കവും ഇല്ല ഈ കാര്യത്തിൽ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബൈജീവ് നമസ്കാരം. ബൈജീവ് അരീക്കോട് നിന്നാണ് വിളിക്കുന്നത്, മലപ്പുറത്ത് അല്ലേ? അതെ അതെ അതെ. ബൈജീവ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ പുതിയ കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ടീച്ചിങ്ങിലാണ്, ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനാണ്. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ ഒരു വലിയ ഭൂരിപക്ഷം വിജയ് ആരാധകരാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പോലും തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ആരാന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ വിജയ് എന്ന് പറഞ്ഞു. മറ്റു പൊളിറ്റിക്സിനെ കുറിച്ച് അവർക്ക് അറിയില്ലെങ്കിൽ പോലും വിജയുടെ ഈ റാലിയെ കുറിച്ചും വിജയുടെ ഈ മാർച്ചുകാർ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിജയ് ഇത്രമാത്രം ഈ പിള്ളേർക്ക് ഇദ്ദേഹത്തിന്റെ അമാനുഷികമായ കഴിവിൽ ഇവരങ്ങ് വിശ്വസിക്കുകയാണോ? അത് ഈ സുന്ദരിമരായ നടികളെ അപ്പുറത്ത് ഹീറോയിനായി വരുമല്ലോ, അപ്പോൾ ആ പ്രഭയിൽ വിജയ്ക്ക് തിളക്കം കൂടുകയാണ്. എന്താണ് ഈ വിജയ് എത്രമാത്രം കുട്ടികൾ ഇഷ്ടപ്പെടാൻ കാരണം? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം സ്റ്റാറിനോടുള്ള ആരാധന തന്നെയാണ്. പക്ഷെ മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ ഇല്ലാത്ത ഒരു അതിഭീകരമായ ഒരു ആരാധന, താരാരാധന ഈ വിജയോട് തോന്നാൻ എന്തായിരിക്കും കാരണം? തീർച്ചയായിട്ടും ഉണ്ട്. വിജയ് അമാനുഷികമായിട്ടുള്ള റോളുകളാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഫാന്റസിയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ആ ലോകത്തേക്ക് പോകുന്നതായിരിക്കാം. അപ്പം ഞാനിത് മാഷോട് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ രജനി ആരാധകനായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചാലൊന്നും രജനീകാന്തിന് ഏൽക്കില്ല എന്നാണ്. കാരണം അദ്ദേഹം തട്ടിക്കഴിഞ്ഞാൽ ബുള്ളറ്റ് തെറിച്ചു പോകും, അല്ലെങ്കിൽ രണ്ടായി പിളരും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇന്നും കുട്ടികൾ അങ്ങനെ തന്നെയാണ്. ശാസ്ത്രമൊക്കെ അത്തരത്തിലുള്ള ചിന്തകൾ ഇന്നത്തെ കുട്ടികൾക്കില്ല. പക്ഷെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് വിജയിനെ. വിജയിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അന്നത്തേക്കാൾ ശാസ്ത്രബോധം കുട്ടികളിൽ കൂടുതൽ വളർന്നിട്ടുണ്ടല്ലോ. അല്ല, കുട്ടികൾ നല്ല ചിന്തയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഹീറോ വർഷിപ്പ് വ്യത്യസ്തമാണല്ലോ സാറേ. അത്രേ ഉള്ളൂ. ഈ കരൂര് നടന്ന സംഭവത്തിൽ താരാരാധനയെ മാത്രം പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ശരിക്കും നമ്മൾ ഈ ഒപ്പോസിഷൻ പൊളിറ്റിക്സ് തമിഴ്നാട്ടില് വേണ്ടത്ര ഫലപ്രദമല്ല. ഈ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയാത്ത പാവപ്പെട്ട ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള റാലികൾക്കും മറ്റുമൊക്കെ വരുന്നത്. അപ്പൊ അവിടെ ഈ ഒപ്പോസിഷൻ പൊളിറ്റിക്സിൽ അവര് ആഗ്രഹിക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരാൾ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ജനത്തിരക്കെന്ന് തോന്നുന്നു. അതേസമയം തന്നെ അതിന് മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത രീതിയിൽ ചെയ്തതിൽ സംസ്ഥാന സർക്കാരിന്, അതോടൊപ്പം തന്നെ അത് പ്ലാൻ ചെയ്തതിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്ലാനിങ്ങിൽ ഈ പറയുന്ന TVKക്കും അതിനകത്ത് പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഈ DMK വിദ്യാർത്ഥികൾ ഇപ്പോൾ വിജയുടെ വീടിന് പുറത്ത് പ്രതിഷേധം നടത്തുകയാണ്. അവിടെ വലിയ പോലീസ് സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് അല്പം സമയത്തിനകം ലഭിക്കും. പക്ഷേ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ വിജയ് സംഘടിപ്പിച്ച ഇത്തരം ഒരു പരിപാടിയുടെ ലാണല്ലോ വലിയ ദുരന്തമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം വിജയ് തന്നെ ഏറ്റെടുക്കണോ എന്നതായിരുന്നു ചോദ്യം. അതിൽ 76% ആളുകൾ പറയുന്നത് വിജയുടെ തന്നെ ഭാഗത്തുനിന്നുണ്ടായ, അല്ലെങ്കിൽ അവരുടെ TVKയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ്.
24% ആളുകൾ അങ്ങനെയല്ല എന്നും പറയുന്നു. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. ജീവൻ നഷ്ടമായ 40 കുടുംബങ്ങൾക്കും ആ ദുഃഖാവസ്ഥ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.